ഇല്ലടാ അതാ വേടാ പാടാ പട്ടാ. അവിടെ ഒരു സുമതിയെ അറിയാമോ? സുമതി എന്റെ അമ്മയാ. സുമതിയുടെ മോനാ ഞാൻ. എന്റെ മോനെ ഇഞ്ഞു വന്നാട്ടെ, ഇഞ്ഞു വന്നേ മോനിക്ക് വന്നാട്ടെ. എന്റെ മോനെ മോനെ സാർ പറ. ഈ സുമതി ഉണ്ടല്ലോ, കുറെ വർഷം ഈ വീട്ടിൽ വേലയ്ക്ക് നിന്നതാ. അന്നൊരു കയ്യബദ്ധം. സാർ ബാക്കി പറയണ്ട, എനിക്കിപ്പോ മനസ്സിലായി. എത്തി പറഞ്ഞു തീരട്ടെ. പപ്പ മിണ്ടരുത്. മനസ്സിലായി പപ്പ, മനസ്സിലായി. പറയട്ടെ, പപ്പ മിണ്ടരുത്. ഞാൻ എന്റെ മമ്മി ഇപ്പൊ ഒന്ന് വിളിക്കട്ടെ. ഒരുപാട് ഞാൻ വേദനിച്ചിട്ടുണ്ട്. സാറേ ചായ, സാറേ ചായ. വേലക്കാരെ മാറി നിക്ക്, ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു പപ്പ മിണ്ടരുത്. ഞാൻ മമ്മി ഒന്ന് വിളിക്കട്ടെ. മമ്മിയോ? ഇന്നലെ വരെ നീ അമ്മയെന്ന് വിളിച്ചവനാ. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ വേലക്കാരെ പപ്പ മിണ്ടരുത്. നീ 2 ലക്ഷത്തിന് വെച്ചുണ്ടാക്കി കൊടുക്കണല്ലോ. നിർത്തവിടെ. പപ്പ പറ. പപ്പ പറഞ്ഞത് ഞാൻ കേൾക്കും. നീ പോയേക്കരുത്, ഞാൻ പറയുന്ന കേട്ടോളാം. നിന്റെ അമ്മ സുമതിയില്ലേ, ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം ഉണ്ടായത്. അത് പറ പപ്പ. അവള് ഇവിടെ എന്റെ ഒരു 7.5 പവന്റെ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. സാറേ, സുജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കയ്യബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാജേഷിൻ്റെ ആ ഒരു മാറ്റം, സംസാരത്തിലും ഭാവത്തിലുമുള്ള ഒരു മാറ്റം, അത് അതിഗംഭീരമായിരുന്നു. പെട്ടെന്ന് സാറേ എന്ന് വിളിച്ചെടുത്ത് പപ്പ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ പിന്നീട് പപ്പ എന്നുള്ളത് മാറ്റി സാറേ എന്ന് വരുന്നതും, രാജേഷിൻ്റെ അമ്മ അവിടെ നിന്ന് സ്വർണം ഒട്ടിച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പപ്പ എന്നുള്ളത് മാറ്റിയിട്ട് പെട്ടെന്ന് സാറേ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രംഗം, അത് രാജേഷിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ കിടിലനായിട്ട് അവതരിപ്പിച്ചു. 3 പേരെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു സ്കിറ്റ് രാജേഷ് കൊണ്ടുപോയി.